ജലനിരപ്പ് താഴ്ന്നതോടെ ഭാരതപ്പുഴയിൽ മണൽക്കൊള്ള സജീവമാകുന്നു. രാത്രിയുടെ മറവിൽ കടത്തുന്നത് നിരവധി ലോഡ് മണലെന്ന് സൂചന. ഭാരതപ്പുഴയിലെ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്നാണ് പുഴയിലിടിഞ്ഞ മണൽ കടത്താൻ തൃത്താലയിൽ മാഫിയ സംഘങ്ങൾ സജീവമായത്. കഴിഞ്ഞ ദിവസം രാത്രി വെള്ളിയാങ്കല്ല് മൂന്നുതെങ്ങ് ഭാഗത്ത് പുഴയിലും പുഴയോരത്തുമായി അടിഞ്ഞ മണൽക്കൂനകൾ വാഹനങ്ങളിലെത്തിയ മണൽ കടത്ത് സംഘങ്ങൾ കടത്തിക്കൊണ്ടുപോയി. മണലെടുത്ത ഭാഗത്ത് കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. വലിയ വാഹനങ്ങളുടെ ചക്രപ്പാടുകൾ മണലിൽ പതിഞ്ഞിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് ചാഞ്ചേരിപ്പറമ്പ് നഗർ ഭാഗത്തെ ചില നാട്ടുകാർ ഇതിനെതിരായി ശക്തമായി രംഗത്തെത്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ ഒഴുക്കിനെ തുടർന്ന് വെള്ളിയാങ്കല്ല് ഭാഗത്ത് പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ മണൽക്കൂനകൾ രൂപപ്പെട്ടിരുന്നു. വരും ദിവസങ്ങളിലും മണൽക്കടത്ത് സംഘങ്ങൾ ഇത് കടത്താനെത്തുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. സ്ഥലത്ത് തൃത്താല പോലീസ് പരിശോധന നടത്തി. ബന്ധപ്പെട്ട അധികൃതരുടെ ജാഗ്രതാക്കുറവാണ് മണൽ കൊള്ളയ്ക്ക് ഇടവരുത്തുന്നതെന്ന് ഭാരതപ്പുഴ സംരക്ഷണ സമിതി ചെയർമാൻ ചോലയിൽ വേലായുധൻ പറഞ്ഞു. വെള്ളിയാങ്കലിലെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചാൽ പ്രതികളെ കണ്ടെത്താനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ പ്രളയത്തിൽ വന്ന മണല ഈ പ്രദേശത്തെ അടിഞ്ഞുകൂടി. പക്ഷേ ആ അടിഞ്ഞുകൂടി ഏകദേശം 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇവിടെ ശക്തമായിട്ടുള്ള മണൽ മാഫിയയുടെ ഒരു മണൽ കടത്തൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയാണ്. അപ്പോൾ ഇതാ ഇവിടെ ഭാരതപ്പുഴയുടെ ഈ ഭാഗത്തുനിന്നും അതുപോലെ ഇവിടുന്ന് ഈ കരയിലടിഞ്ഞ മണലും മിനിയാന്ന് രാത്രിയിൽ കടത്തി. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്പോൾ പിറ്റേന്ന് രാവിലെ കണ്ടപ്പോൾ തന്നെ നമ്മൾ ബന്ധപ്പെട്ട അധികൃതർ ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. അതിന് ഭാഗമായി ഇന്നലെ രാവിലെ പോലീസ് വരികയും ഇനിയൊരു കടത്ത് ഉണ്ടാവാതെ തടയാനുള്ള നടപടി ഉണ്ടാവാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനേലും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഈ ഇത്തരം ഞാനിത് മുന്നേ കൂട്ടി നമ്മുടെ ബന്ധപ്പെട്ട ആളുകളോട് പറഞ്ഞിരുന്നു. ഇവിടെ മണൽ വന്നിട്ട് കിടന്നു ഇപ്പോൾ തന്നെ പറഞ്ഞു ഇത് എടുത്തു കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. കാരണം ഇത്രയും നല്ല മണൽ അത് ഈ പ്രദേശത്ത് വെള്ളിയാങ്കൽ പാലം വഴിയാണ് അത് കടത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ 2 നമ്മുടെ ക്യാമറകളുണ്ട്. ആ ക്യാമറകൾ പരിശോധിച്ചാൽ അറിയാം അത് ഏത് വണ്ടിയാണെന്നും ആരാണിത് കൊണ്ടുപോകുന്നതും. ഒരു ലോഡല്ല 3-4 ലോഡ് ഇവിടുന്ന് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബന്ധപ്പെട്ട ആളുകളിൽ ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട് ഈ വിഷയത്തിൽ എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ അടിയന്തരമായി ഇത്തരം മണൽക്കടത്ത് തടയാനുള്ള നടപടി ബന്ധപ്പെട്ട ആളുകളുടെ ഭാഗത്ത് വേണം എന്നാണ് വെള്ളിയാങ്കൽ സംരക്ഷണ സമിതി ചെയർമാൻ എന്ന നിലയ്ക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇവിടെ മുന്നും നമ്മുടെ ഈ വിഷയത്തിൽ നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. ഇവിടുത്തെ ശക്തമായ മാഫിയ നമ്മൾ തടയാനും നമ്മൾ ശ്രമിച്ചു. അപ്പോൾ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് അത്തരം ഒരു നടപടി മണൽക്കടത്ത് തടയാനുള്ള നടപടി ഉണ്ടാവണം എന്ന് മാത്രമേ അഭ്യർത്ഥിക്കാനുള്ളൂ. പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക കടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം, മെയിൻ റോഡ്, പട്ടാമ്പി.